സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നടത്തുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി എറണാകുളം ജില്ലയിലെ ആശാവർക്കർമാർ DMO ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ജീവിതകാലം അത്രയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിച്ച തനിക്ക് പിണറായി സർക്കാരിന്റെ ആശാവർക്കർമാർക്കെതിരായ നിലപാടിനോട് യോജിക്കാനാകില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത മുതിർന്ന അധ്യാപകൻ പ്രൊഫസർ അരവിന്ദാക്ഷൻ പറഞ്ഞു. കോവിഡ് കാലത്തെ ആശാവർക്കർമാരുടെ പ്രവർത്തനത്തിന്റെ പേരിൽ വീണ്ടും അധികാരത്തിൽ വന്ന പിണറായി അവരോട് കാട്ടുന്നത് നീതികേടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എറണാകുളം ജില്ലയിലെ ആശാപ്രവർത്തകർ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. വലിയ ജനപിന്തുണയാണ് സമരത്തിന് ലഭിച്ചത്. മഹാരാജാസ് കോളേജിലെ ധനശാസ്ത്ര വിഭാഗം മുൻ മേധാവിയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായ പ്രൊഫസർ അരവിന്ദാക്ഷൻ സമരം ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച തനിക്ക് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ സംസാരിക്കാതിരിക്കാൻ കഴിയില്ലെന്നും നിസ്സാരമായി പരിഹരിക്കാവുന്ന സമരത്തോടുള്ള സർക്കാർ സമീപനം തെറ്റാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. 50 വർഷമായി കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ കഴിയുന്നത്ര അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ സർക്കാരിന്റെ കീഴിലുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ആശാ സമര വിരുദ്ധ നിലപാടുകളോട് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. മറ്റു നിരവധി ആഡംബര ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ലോഭവും കാണിക്കാതെ പണം ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് നിസ്സാരമായ ഒരു ഓണറേറിയം വർധനമെങ്കിലും അനുവദിച്ചുകൊണ്ട് സമരത്തിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. ആശാപ്രവർത്തകരുടെ ഇന്നത്തെ വരുമാനം കൊണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ സാധിക്കുമെന്ന് പിണറായിയുടെ അനുയായിയായി പ്രവർത്തിക്കാമെന്നും തനിക്ക് കിട്ടാനുള്ള DA കുടിശ്ശിക ആശാപ്രവർത്തകർക്ക് നൽകുമെങ്കിൽ അത് സർക്കാരിന് നൽകാൻ തയ്യാറാണെന്നും അരവിന്ദാക്ഷൻ പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ട പെൻഷൻകാർക്കും ജീവനക്കാർക്കും ഒരുപോലെ അവകാശപ്പെട്ട ആ DA തരുന്നതിന് ലക്ഷക്കണക്കിന് രൂപ ഇനിയും സർക്കാർ മുടക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഒരു കാര്യം, ഈ ആശമാരെ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ വേണമെങ്കിൽ എൻ്റെ എല്ലാ DA അരിയേഴ്സും സർക്കാർ എഴുതി കൊടുക്കാൻ തയ്യാറാണ്. അതിൽ നിന്ന് 10 രൂപ വീതമെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന ആശമാർക്ക് കൊടുക്കാൻ സർക്കാർ തയ്യാറാണെങ്കിൽ. എറണാകുളത്തു നിന്നുള്ള നൂറുകണക്കിന് ആശാപ്രവർത്തകർ ഇന്ന് നടന്ന സത്യാഗ്രഹ സമരത്തിൽ അണിചേർന്നു. ജനം, കൊച്ചി.